അബ്ദുൽ അസീസ് രാജാവിന്റെ വികസനത്തിൽ 127 മീറ്റർ നീളത്തിലും 91 മീറ്റർ വീതിയിലും നിർമ്മിച്ച 2 നടുമുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് തുർക്കി പള്ളിയുടെ വടക്ക് ഭാഗത്ത് ഉമർ റളിയല്ലാഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും മറ്റും വികസനത്തിൽപ്പെട്ട സ്ഥലം. ഇതിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 3 ഇടനാഴികകളിൽ മച്ച് നിർമ്മിച്ചു. നടുമുറ്റത്തിന് വടക്ക് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറായി 3 ഇടനാഴികൾക്ക് മീതെയും മേൽപ്പുരയുണ്ടാക്കി. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബാബു മലിക് സൗദ്, കിഴക്ക് ഭാഗത്ത് ബാബു മലിക് അബ്ദുൽ അസീസ് എന്നീ പേരുകളിൽ 3 പ്രവേശന മാർഗങ്ങൾ വീതമുള്ള കവാടങ്ങൾ ഉണ്ടാക്കി. തുടർന്നുള്ള രണ്ടാമത്തെ നടുമുറ്റത്തിന് വടക്ക് 5 ഇടനാഴികൾക്ക് മീതെ മച്ച് നിർമ്മിച്ചു. വടക്ക് ഭാഗത്ത് 3 കവാടങ്ങളുണ്ട്. മധ്യത്തിൽ ബാബു മജീദി, പടിഞ്ഞാറ് ബാബു ഉമർ, കിഴക്ക് ബാബു ഉസ്മാൻ. പഴയ മിനാരങ്ങൾ പൊളിച്ച് പുതിയ 2 മിനാരങ്ങൾ പണിതു. അതുപോലെ പഴയ കെട്ടിടത്തിൽ ബാബു സലാമിനും ബാബു റഹ്മക്കും ഇടക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിന് നേരെ ബാബു സിദ്ദീഖ് എന്ന കവാടവും തുറന്നു.